ഇന്ന് ജൂൺ 18 അയിത്തം കൊടികുത്തി വാണ കാലത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 84ാം ചരമദിനമാണ് ഇന്ന്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമായ വില്ലുവണ്ടി സമരം കേരളത്തിന്റെ എക്കാലത്തെയും രാഷ്ട്രീയ ചരിത്രത്തിൽ അടിവേര് സൃഷ്ടിച്ച സംഭവമാണ്. ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക, വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആശയം. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക്. ഇസ്രായേലിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനെതിരെ പ്രകോപനം നിറഞ്ഞ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളുമായി ട്രംപ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാളെ വിധിയെഴുത്ത്. ഇന്ന് നിശബ്ദ പ്രചാരണം. പരമാവധി വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പ്ലാസ്റ്റിക് വിരുദ്ധ ഉത്തരവുമായി ഹൈക്കോടതി. മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സംസ്ഥാനത്തെ വിവാഹ ചടങ്ങുകളിലും പ്ലാസ്റ്റിക് നിരോധനം. +1 ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ 24,396 വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനവ്. അഹമ്മദാബാദ് വിമാനാപകടം. 7 പോർച്ചുഗീസ് പൗരന്മാർ, 27 UK പൗരന്മാർ ഉൾപ്പെടെ 190 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. കേരളത്തിൽ മഴ കുറയുന്നു. തുടർച്ചയായ 2ാം ദിവസവും കാര്യമായ മഴ പെയ്യാതിരുന്നിട്ടും കുട്ടനാട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. അവസാന നിമിഷം 1ാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റവുമായി സെലക്ടർമാർ. ഹർഷിത് റാണയും കൂടി ടെസ്റ്റിൽ ഉൾപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടക്കവേ ആക്രമണം ശക്തമാക്കി ഇരു രാജ്യങ്ങളും. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇസ്രായേൽ ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി എക്സിലെ കുറിപ്പിലൂടെ അറിയിച്ചു. ഇസ്രായേലിനൊപ്പം US ആക്രമണം തുടങ്ങുമെന്ന സൂചനകൾ ശക്തമാക്കി ആയത്തുള്ള അലി ഖമനിയോട് നിരുപാധികം കീഴടങ്ങാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലമ്പൂർ നാളെ ബൂത്തിലേക്ക്. 3 ആഴ്ചത്തെ വാശിയേറെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ ജനവിധി നാളെ. വ്യാഴാഴ്ച രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കും. 23-ന് വോട്ടെണ്ണൽ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സംസ്ഥാനത്തെ വിവാഹ ചടങ്ങുകളിൽ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഇടങ്ങളിലും തിരക്കേറിയ 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാർ ചടങ്ങുകളിലും നിരോധനം ബാധകമാണ്. ജസ്റ്റിസുമാരായ ബൈച്ചു കുര്യൻ, തോമസ് പി ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതലാണ് പ്രാബല്യം. +1 ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു. മുഖ്യഘട്ട പ്രവേശനം ഇന്നലെ അവസാനിച്ചു. സപ്ലിമെന്ററി ഘട്ടം കൂടി കഴിയുമ്പോൾ കൂടുതൽ അപേക്ഷകരുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകൾ ധാരാളം ഒഴിവുകൾ ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്പോർട്സ് എയ്ഡഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകൾ അടക്കമുള്ള ഒഴിവുകൾ ചേർത്ത് സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള വിശദാംശങ്ങൾ 28-ന് പ്രസിദ്ധീകരിക്കും. പുതിയ അധ്യയന വർഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ 24,396 കുട്ടികളാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 10 വരെ ക്ലാസുകളിൽ അധികമായി എത്തിയത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 190 പേരുടെ മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. ഇതിൽ 123 പേർ ഇന്ത്യക്കാർ, 7 പോർച്ചുഗീസ് പൗരന്മാർ, 27 UK പൗരന്മാർ, ഒരു കനേഡിയൻ പൗരൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. മരിച്ച കൂടുതൽ യാത്രക്കാരെ തിരിച്ചറിയാനുള്ള നടപടികൾ ഊർജിതമായി തുടരുകയാണ്. വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ DNA ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. തുടർച്ചയായ 2ാം ദിവസവും കാര്യമായ മഴ പെയ്യാതിരുന്നിട്ടും കുട്ടനാട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. ചമ്പക്കുളം മേഖലയിൽ ഇന്നലെ മാത്രം 1/2 അടിയോളം ജലനിരപ്പാണ് ഉയർന്നത്. അമ്പലപ്പുഴ തിരുവല്ല റോഡിൽ അടക്കം കുട്ടനാട്ടിലെ പ്രധാന റോഡുകളിൽ എല്ലാം തന്നെ വെള്ളം കയറി. താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുടർച്ചയായ 3ാം ദിനവും അവധി. കായിക വാർത്ത. ഇംഗ്ലണ്ടിനെതിരെ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന 1ാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ പേസർ ഹർഷിത് റാണയെയും കൂടി ഉൾപ്പെടുത്തി. ഇന്ത്യ A ടീമിനൊപ്പം ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന റാണ ലീഡ്സിലെത്തി ടീമിനൊപ്പം ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക്. ഇസ്രായേലിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനെതിരെ പ്രകോപനം നിറഞ്ഞ സമൂഹ മാധ്യമ പോസ്റ്റുകളുമായി ട്രംപ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാളെ വിധിയെഴുത്ത്. ഇന്ന് നിശബ്ദ പ്രചരണം. പരമാവധി വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. പ്ലാസ്റ്റിക് വിരുദ്ധ ഉത്തരവുമായി ഹൈക്കോടതി. മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സംസ്ഥാനത്തെ വിവാഹ ചടങ്ങുകളിലും പ്ലാസ്റ്റിക് നിരോധനം. +1 ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചു.
പൊതുവിദ്യാലയങ്ങളിൽ 24,396 വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനവ്. അഹമ്മദാബാദ് വിമാനാപകടം 7 പോർച്ചുഗീസ് പൗരന്മാർ 27 UK പൗരന്മാർ ഉൾപ്പെടെ 190 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. കേരളത്തിൽ മഴ കുറയുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും കാര്യമായ മഴ പെയ്യാതിരുന്നിട്ടും കുട്ടനാട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. അവസാന നിമിഷം ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റവുമായി സെലക്ടർമാർ. ഹർഷിത് റാണയെയും കൂടി ടെസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.